എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് പ്രണയപുഷ്പം എന്ന പ്രണയകഥയുടെ 7ാം ഭാഗമാണ്. അവളുടെ അടുത്തേക്ക് അടുക്കും തോറും ആദിയുടെ മിഴികളിൽ അവളിരിക്കുന്ന വീൽചെയർ കൂടി തെളിഞ്ഞു വന്നു. ആ കാഴ്ച അവന്റെ കാലുകൾ നിശ്ചലമാക്കി. ആഷ്ലിൻ എന്നൊരു ഞെട്ടലോടെ ചെറുശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് ആദി അവളുടെ മുന്നിൽ മുട്ടുകുത്തി. എന്തു പറ്റിയടോ തനിക്ക്? വിറയ്ക്കുന്ന സ്വരത്തിൽ ആദി ചോദിച്ചു. അതിനുള്ള ഉത്തരം അവൾ പറഞ്ഞില്ല. പകരം അവൾ ഒരു ചെറുപുഞ്ചിരി ആദിക്കായി സമ്മാനിച്ചു. ആഷ്ലിൻ, എന്താ പറ്റിയത്? ഇന്നലെ വരെ വിളിച്ചപ്പോൾ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴും അവളുടെ മുഖം ചിരിയിൽ മുഴുകിയിരുന്നു. എന്തെങ്കിലും ഒന്ന് പറയൂ ആഷ്ലിൻ. ഞാൻ പറഞ്ഞാൽ മതിയോ മാഷേ? പുറകിൽ നിന്നും അങ്ങനെയൊരു ഡയലോഗ് കേട്ടപ്പോൾ ആദി തലചരിച്ചു നോക്കി. ആദിയുടെ മിഴികൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ഇളം നീല അനാർക്കലിയിൽ ആ ഡയലോഗിന്റെ ഉടമ നിൽക്കുന്നു. ആഷ്ലിൻ! ആദിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. പുറകിൽ നിൽക്കുന്ന ആളെയും മുന്നിൽ വീൽചെയറിലിരിക്കുന്ന ആളെയും ആദി 1-2 പ്രാവശ്യം മാറി മാറി നോക്കി. മാഷേ, മാഷ് അന്വേഷിച്ചു വന്ന ആഷ്ലിൻ ഞാനാണ്. ആദിയുടെ കിളി പോയിരിക്കുന്നത് കണ്ട് ആ പിന്നിൽ വന്നവൾ ചെറുചിരിയോടെ പറഞ്ഞു. അപ്പൊ ഇതാരാ എന്ന രീതിയിൽ ആദി വീൽചെയറിൽ ഇരിക്കുന്നവളെ നോക്കി. അത് കണ്ടപ്പോൾ ഞാൻ പറയാം എന്ന രീതിയിൽ നോക്കിക്കൊണ്ട് ആദിയുടെ അടുത്തു നിന്നവൾ മുട്ടുകാലിൽ നിൽക്കുന്ന ആദിയുടെ നേരെ കൈനീട്ടി. ആദി അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നീട് അവൾ വീൽചെയറിൽ ഇരിക്കുന്നവളുടെ അടുത്തേക്ക് ചെന്നു. വീൽചെയറിനടുത്തായി മുട്ടുകുത്തിയിരുന്ന് അവളുടെ തോളിൽ കൈയിട്ടു. പിന്നെ രണ്ടുപേരും ആദിയുടെ നേരെ പുഞ്ചിരിയോടെ നോക്കി. ഇതാണ് മാഷേ, അനു എന്ന അനൂജ, എന്റെ ഇരട്ട സഹോദരി. വീൽചെയറിൽ ഇരിക്കുന്നവളെ നോക്കി അവൾ അത് പറഞ്ഞപ്പോൾ ആദിയുടെ മുഖം വിടർന്നു. ഒപ്പം രണ്ടുപേരുടെയും മുഖത്തോട്ട് മാറി മാറി നോക്കി ആദി. എന്താ ഇങ്ങനെ നോക്കുന്നത് മാഷേ? ആദിയുടെ നോട്ടം കണ്ടപ്പോൾ ആഷ്ലിൻ ചോദിച്ചു. ഇങ്ങനെ ഒരാളുള്ള കാര്യം ഇത്രയും നാളായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. മാഷ്ക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ. ആഷ്ലിൻ ചെറുചിരിയോടെ പറഞ്ഞു. നന്നായിട്ടുണ്ട് സർപ്രൈസ്, ആദി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആഷ്ലിൻ ചെറുചിരിയോടെ ആദിയെ നോക്കി. ഹായ് അനു, എന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എല്ലാം ആഷ്ലിൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അനുവിന് നേരെ കൈനീട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. ഉവ്വ് ആദിയേട്ടാ, ഏട്ടനെ കുറിച്ച് എല്ലാം എന്റെ വാവ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്ന സ്ഥിതിക്ക് അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ആദിയുടെ ഷേക്ക് ഹാൻഡ് സ്വീകരിച്ചു. അനൂജ, ഈ കാന്താരിയുടെ ചേച്ചി. ചെറുപുഞ്ചിരിയോടെ ആഷ്ലിന് നേരെ ഒരു നിമിഷം മിഴികൾ പായിച്ച് പിന്നെ ആദിയുടെ മിഴികളിൽ നോക്കി അനു പറഞ്ഞു. അവളുടെ പുഞ്ചിരി സ്വീകരിച്ചുവെന്നോണം ആദിയുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. ഒപ്പം ആദി ആഷ്ലിന്റെ ഇരട്ട സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് എന്താ അനു ചേച്ചിയാണെന്ന് പറഞ്ഞത്? ആ സംശയത്തോടെ ആദി ആഷ്ലിന്റെ നേരെ മിഴികൾ പായിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചേച്ചിയ മാഷേ, ഞാൻ ഭൂമിയിൽ കാലുകുത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് കാലുകുത്തി എന്റെ ചേച്ചിയുടെ സ്ഥാനം സ്വീകരിച്ചവൾ. അതിന്റെ ഒരു അഹങ്കാരം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവളിൽ. അനുവിന്റെ 2 തോളിലും കൈവച്ച് വീൽചെയറിന് പിറകിൽ നിന്നുകൊണ്ട് ആഷ്ലിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദി ഒന്ന് പുഞ്ചിരിച്ചു. ആടി, അഹങ്കാരമുണ്ട്. അല്ല, ആ അഹങ്കാരത്തിന്റെ ആണല്ലോ ഞാനിങ്ങനെ. അനുവിന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ ആഷ്ലിൻ സമ്മതിച്ചില്ല. ടീ എന്ന് ശാസനാരൂപത്തിൽ ആഷ്ലിൻ വിളിച്ചു. അവരുടെ മുഖങ്ങളിലുണ്ടായ ഭാവമാറ്റം വായിച്ചെടുക്കാൻ ആദിക്ക് സാധിച്ചില്ല. ആദി പിന്നെ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അനു ആദിയുടെ ജോലിയെക്കുറിച്ചും മറ്റും ചോദിച്ചു. അവർ 3 പേരും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ മാഷേ, എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. കയ്യിലെ വാച്ചിലെ സമയം നോക്കി ആഷ്ലിൻ അത് പറഞ്ഞപ്പോൾ ആദി എന്താ ആഷ്ലിൻ എന്ന രീതിയിൽ അവളെ നോക്കി. ഞാൻ വന്ന കാര്യം മാഷിനോട് പറഞ്ഞില്ലല്ലേ? ഇല്ല എന്ന രീതിയിൽ അവളെ നോക്കി ആദി. എനിക്കിവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുറച്ച് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിനാ ഇന്ന് വന്നത്. അവർ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ ടൈമായി. അങ്ങനെയാണെങ്കിൽ ആഷ്ലിൻ പോയിട്ട് വാ, ആദി പറഞ്ഞു. അതല്ല പ്രശ്നം മാഷേ, ഇവൾ അങ്ങോട്ട് വരുന്നില്ല എന്ന്. എനിക്കാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കിരുത്താനും ഒരു പേടി. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനില്ലേ ഇവിടെ. അത് മാഷ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് എന്തു ബുദ്ധിമുട്ട്? ഞാൻ ഇരുന്നോളാം അനുവിന് കൂട്ടായി. ആദിയുടെ വാക്കുകൾ ആഷ്ലിനിൽ സന്തോഷം ഉളവാക്കി. ആഷ്ലിൻ ആദിയോടുള്ള നന്ദി സൂചകമായി ആദിയുടെ മിഴികളിലേക്ക് നോക്കി. ആ നോട്ടം ആദിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഏതോ മുൻജന്മ ബന്ധം താനും അവളുമായുണ്ടെന്ന് തോന്നിപ്പോയി ആദിക്ക്. താനും അവളും വേറെ ഏതോ ലോകത്തിൽ അകപ്പെട്ടതുപോലെ. അവളുടെ കണ്ണുകളിലെ തിളക്കം നേരിടാനാകാതെ ആദി പെട്ടെന്ന് നോട്ടം അവളിൽ നിന്നും മാറ്റി. ആഷ്ലിന്റെ ആകർഷണീയമായ നോട്ടത്തിൽ നിന്നും അവളിൽ നിന്നും ചെറിയൊരു അകലം പാലിക്കാനായി ആദി അനുവിനെ നോക്കി. അല്ല, ഞാനിവിടെ കൂട്ടിരിക്കുന്നതിൽ അനുവിന് എന്തെങ്കിലും കുഴപ്പം? ആദി ആഷ്ലിനിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വിഷയമെടുത്തിട്ടു. എനിക്കെന്ത് കുഴപ്പമേട്ടാ? ഏതൊരു അനിയത്തിമാരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഏട്ടന്റെ മാത്രം അനിയത്തിക്കുട്ടിയായി കുറച്ചു സമയം ചെലവഴിക്കുക എന്നത്.
അനുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആദിയുടെ മിഴികളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞു. ചെറിയ നനവ് പടർന്ന മിഴികളോടെ ചെറുപുഞ്ചിരിയോടെ അനുവിനെ ആദി നോക്കി. അപ്പോൾ അനുവും ആദിയെ തന്നെ നോക്കി പുഞ്ചിരി തൂകിയിരിക്കുകയായിരുന്നു. അനു ആദിയുടെ കയ്യിൽ പിടിച്ച് ആദിയുടെ കൈപ്പത്തിയിൽ മുത്തം നൽകി. അനുവിന്റെ ആനന്ദക്കണ്ണീരിലെ ഒരു തുള്ളി ആദിയുടെ കൈപ്പത്തിക്ക് മുകളിലായി പതിച്ചു. അതിൽ നിന്നും ആദി വായിച്ചെടുത്തു ഒരു അനിയത്തിയുടെ സ്നേഹം. അപ്പൊ താൻ ഒറ്റയ്ക്കല്ല ഈ ജീവിതത്തിൽ. തന്നെ സ്നേഹിക്കാനും ആളുകളുണ്ട്. ഒരാൾ അനിയത്തിയുടെ രൂപത്തിലും മറ്റേയാൾ തന്റെ അറിയില്ല ആഷ്ലിൻ തന്റെ ആരാണെന്ന്. ആഷ്ലിന് നിർവചനം കിട്ടാതെ ആദിയുടെ മനസ്സ് മന്ത്രിച്ചു. ആ ആലോചനയോടെ ആദി അടുത്തിരിക്കുന്ന ആഷ്ലിനിലേക്ക് നോട്ടം പായിച്ചു. അവൾക്കും തന്റെ അതേ അവസ്ഥയാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും ആദിക്ക് മനസ്സിലായി. എന്നാ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും സംസാരിച്ചിരിക്കെ, ഞാൻ വേഗം പോയിച്ചും വരാം. ആഷ്ലിൻ അതും പറഞ്ഞ് ചെറുപുഞ്ചിരിയോടെ അവിടെ നിന്നും നടന്നു നീങ്ങി. ആഷ്ലിൻ പോയതിനു ശേഷം അനുവിന്റെയും ആദിയുടെയും ഇടയിൽ ചെറിയൊരു മൗനം തളം കെട്ടി. അനു, നമുക്കൊന്നു നടന്നാലോ? ആദി പറഞ്ഞപ്പോൾ അനു പുഞ്ചിരിയോടെയൊക്കെ പറഞ്ഞു. അനുവിന്റെ വീൽചെയറും ഉന്തി ആദി ആ പാർക്കിന്റെ ഓരോ ഭാഗങ്ങളും അനുവിന് കാണിച്ചു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, ഏട്ടന് ബുദ്ധിമുട്ടായല്ലേ? അനു പറഞ്ഞത് ശരിക്ക് കേൾക്കാതെ വന്നപ്പോൾ എന്ത് എന്ന് ആദി ചോദിച്ചു. അല്ല, എന്നെ ഇങ്ങനെ. ഓഹ്, ഇതാണോ? കുറച്ചു ബുദ്ധിമുട്ടായി. ചെറിയ ഗൗരവത്തിൽ ആദി പറഞ്ഞത് കേട്ടപ്പോൾ അനു ആദിയുടെ മുഖത്തേക്ക് നോക്കി. കുറച്ചു നേരം ആദി ഗൗരവഭാവത്തിൽ നിന്നു. പെട്ടെന്ന് ആദി ചിരിയോടെ, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? എന്റെ അനിയത്തിയെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുവിന്റെ മുഖം തെളിഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്ത് കാർമേഘം പരന്നു. അത് കണ്ടപ്പോൾ ആദി, എന്തു പറ്റി എന്ന് ചോദിച്ചു. ഇല്ല, എല്ലാവരും എന്നെ പറ്റിക്കുകയാ. ശരിക്കും എല്ലാവർക്കും ഞാനൊരു ഭാരമാ. പക്ഷെ ആരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞാനിങ്ങനെ. അനുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആദിയൊന്നും മിണ്ടാതെ കുറച്ചുനേരം അനങ്ങാതെ നിന്നു. പെട്ടെന്നാണ് എന്റെ അനിയത്തിക്ക് കുറച്ചു കുറുമ്പ് കൂടുന്നുണ്ട് എന്നും പറഞ്ഞ് അനുവിനെ ആ വീൽചെയറിൽ നിന്നും പൊക്കിയെടുത്തത്. അനു ആദിയുടെ കൈകളിൽ വട്ടം കിടന്നു. അനുവിന്റെ മുഖം ചുവന്നു തുടുത്തു. അവളുടെ മുഖത്ത് നാണം ഇരച്ചു കയറി. താഴെ നിർത്തേട്ടാ പ്ലീസ്, ചെറുനാണത്തിൽ അവൾ പറഞ്ഞു. അത് കേട്ടിട്ടും ആദിയൊന്നും മിണ്ടിയില്ല. ആദി അവളെയും കൊണ്ട് ആ പാർക്കിൽ അങ്ങനെ കുറച്ചു നേരം നടന്നു. കുറച്ച് ഭാരമൊക്കെയുണ്ട് എന്റെ അനിയത്തിക്ക്. സിമന്റ് കൊണ്ടുണ്ടാക്കിയ ചാരുബെഞ്ചിൽ അനുവിനെ ചാരിയിരുത്തിയിട്ട് ആദി ചെറുനീരസത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുവിന് മനസ്സിലായി താൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ആദിയെ വേദനിപ്പിച്ചുവെന്ന്. സൂപ്പർ ഏട്ടാ. സോറി ഏട്ടാ. എന്തിനാ? നേരത്തെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു സോറി. അതേട്ടാ, ഞാൻ അറിയാതെ. സോറി ഏട്ടാ, ക്ഷമിച്ചു. പക്ഷെ ഇനി ആവർത്തിക്കരുത്. ഇല്ലേട്ടാ, ഏട്ടനാണ് സത്യം. ഞാൻ ഇനി പറയില്ല. ആദിയുടെ കയ്യിൽ സത്യം ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.